റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ജനങ്ങളുടെ തീരുമാനമാണെന്ന് വോട്ടർമാരോട് സമ്മതിച്ച് CPI. ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുക്കളാകില്ലെന്ന് വീട് കയറി വോട്ടർമാരോട് പറയും. ഇടതുപക്ഷത്തിന് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ സവിശേഷമായ പങ്ക് CPIക്ക് നിർവഹിക്കാനുണ്ടെന്നും വിശദീകരിക്കും. ഭവന സന്ദർശനത്തിന് മുന്നോടിയായി പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി അത് ജനങ്ങളുടെ തീരുമാനമാണെന്ന് CPI സമ്മതിക്കുകയാണ്. മാത്രമല്ല ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിലൊരു വ്യക്തത കൂടി ഈ വീട് കയറി ആളുകളെ ബോധവൽക്കരിക്കുന്നതിലൂടെ ഉണ്ടാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെയാണ് CPIയുടെ നീക്കങ്ങൾ? വിനീത, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉൾക്കൊണ്ട് ജനങ്ങളോട് പെരുമാറണം എന്നാണ് കീഴ്ഘടകങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം ഗ്രഹസമ്പർക്കവുമായി ബന്ധപ്പെട്ട് നൽകിയ സർക്കുലറിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തോൽവി അംഗീകരിക്കുന്നു. അത് ജനങ്ങൾ തന്ന ഒരു പണിഷ്മെന്റ് ആണ് എന്ന തരത്തിലാണ് അതിനകത്ത് പറയുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും ന്യായം അതിനുമേൽ കണ്ടെത്താനില്ല. തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. അത് CPI എന്ന നിലയിലും മുന്നോട്ട് പോകും. LDF എന്ന നിലയിലും തെറ്റ് തിരുത്താൻ ആവശ്യമായി മുന്നണിയിൽ ഇടപെടൽ CPI നടത്തും എന്ന് വോട്ടർമാരോട് പറയാനാണ് നിർദ്ദേശം. ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കണം. അത് കേട്ടതിന് ശേഷം നേതൃത്വത്തെ അറിയിക്കണം. അതനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ നമ്മൾ ഉണ്ടാകും എന്ന കാര്യം നേതാക്കളോട് പറഞ്ഞ് അണികളോട് പറഞ്ഞ് അത് വീടുകൾ കയറി പറഞ്ഞ് ആളുകളുടെ സ്നേഹം സമ്പാദിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്നതാണ് നിർദ്ദേശമായി പറയുന്നത്. ഭവന സന്ദർശനത്തിന് മുന്നോടിയായി നൽകിയ സർക്കുലറാണ് CPI അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. വിനീത, ശരി, ഏതായാലും വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ല എന്നത് തന്നെയാണ് CPI സ്വീകരിക്കുന്ന സമീപനം. അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കേൾക്കുകയും ചെയ്യും. CPM-ഉം ഈ തരത്തിലൊരു സർക്കുലർ നൽകിയിരുന്നു. ഇടയിൽ കയറി സംസാരിക്കരുത്, ക്ഷമാപൂർവ്വം വോട്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കണം എന്നൊക്കെ CPM-ഉം ഒരു സർക്കുലർ ഇത്തരത്തിൽ നേതാക്കൾക്ക് നൽകിയിരുന്നു. ഏതായാലും ഭവന സന്ദർശനം കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ MV ഗോവിന്ദമാഷ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എറണാകുളത്ത് ഭവന സന്ദർശനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു.